സോ ഹേ ഗൈസ് വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ കുറേ നാൾക്ക് ശേഷം വീണ്ടും ഫ്രീ ഫയറിൻ്റെ ഒരു വീഡിയോ അല്ല വീഡിയോ ആയിട്ട് കുറേ നാൾക്ക് ശേഷം. കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം ലെവൽ ഡബിളിൻ്റെ വീഡിയോ ഇട്ടായിരുന്നത് കണ്ടിട്ടില്ല. ഇപ്പം തന്നെ എല്ലാവരും പോയി കാണുക. അപ്പോൾ നമ്മൾ കുറേ നാളായി വീഡിയോയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട്. അപ്പോൾ അതിന് സോറി ഗൈസ്. അപ്പോൾ നമ്മൾ ഫ്രീ ഫയർ ഞാൻ നിർത്തിപ്പോയാണ് സത്യം പറഞ്ഞാൽ. പിന്നെ പുതിയ അപ്ഡേറ്റ് കണ്ടോ ഗൈസ്, ഈ ലോബിയൊക്കെ മാറി ആ കെട്ടിപ്പൂട്ടിയ സ്ഥലത്ത് നിന്ന് നമ്മളിപ്പം ഫ്രീ ആയി നമ്മൾ. പിന്നെ ആ പ്ലെയിൻ മാറ്റിയത് കൊള്ളത്തില്ല ഗൈസ്. ഓക്കെ, അത് കൊള്ളത്തില്ല. അപ്പോൾ പുതിയ അപ്ഡേറ്റ് ഒക്കെ വന്നെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പിന്നെയും ഫ്രീ ഫയർ കയറ്റി കളിച്ചത്. അപ്പം നമ്മളേതായാലും ആദ്യം തന്നെ ഈ പുതിയ മാപ്പ് തന്നെ സോളാറ എന്നങ്ങോട്ട് പറയുന്ന മാപ്പാണ്. അപ്പോൾ അവിടുത്തെ ആർച്ച് വേ പോയിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ കളി. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഇറങ്ങിയപ്പോഴത്തേക്കും ഇതേ ഗൈസ് ഒരുത്ത അവിടെ സാൻഡിന് ഇട്ടിട്ട് താഴോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ തന്നെ ഒരു ടുങ് സഹൂർ വന്നിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഈ സാധനം പൊട്ടിക്കാൻ വന്നപ്പോഴത്തേക്കും അവൻ നമുക്ക് അടിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ മറ്റവനിട്ട് അടിച്ചപ്പം മറ്റവൻ ലൂട്ടിയ സാധനം എനിക്ക് കിട്ടി. നമ്മൾ ടുങ് സഹൂറിനെ കൊന്നു. ഓക്കെ, അങ്ങനെ ഓറിയൻ ഇട്ടവനെ കൊന്നിട്ടുണ്ട്. അപ്പം തന്നെ വേറൊരു ടുങ് സഹൂർ ഓറിയൻ മറ്റേ സാധനം ഇട്ടിട്ട് താഴോട്ട് പോയി സാൻഡിന് ഇട്ടിട്ട്. ഓക്കെ, അവൻ വന്ന ഞാൻ കണ്ടില്ല. ഓക്കെ, ഇപ്പോഴ റെക്കോർഡ് ചെയ്യുമ്പോഴാണ് കണ്ടത്. പക്ഷെ അവനെ എന്തായാലും കൊന്നിട്ടുണ്ട് ഞാൻ. ഓക്കെ, അവനെയും കൊന്നു. അങ്ങനെ അവൻ്റെ നിന്ന് കുറച്ച് ലൂട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മളിത് താഴോട്ട് പോകാൻ വേണ്ടി നോക്കിയപ്പോൾ എന്താണ് സംഭവിച്ചത്? നമ്മളെ ആരുടെ പൊക്കത്തുനിന്ന് നൈസായിട്ട് സ്കോപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു ഗൈസ്. ഓക്കെ, കുഴപ്പമില്ല, നമുക്ക് അടിയൊന്നും കിട്ടിയില്ല. അപ്പം തന്നെ മേളിൽ നിന്ന് താഴോട്ട് എടുത്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഏതായാലും അവനെ കൊല്ലാൻ വേണ്ടി പോയപ്പോഴത്തേക്കും നോക്കുമ്പോൾ ഗൈസ് അവിടെ 2 എണ്ണം. ഓക്കെ, അങ്ങനെ ഒരു കില്ല് കുമ്മിയെ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് നോക്കി. അങ്ങനെ ഒരു കുമ്മം കിട്ടി. രണ്ടാമത്തെ കില്ല് അങ്ങനെ ഇവിടെ വെച്ച് നമ്മൾ 5 കില്ല് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഒറ്റയടിക്കാൻ 5 കില്ല് നമ്മൾ എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മളിത് അവന്മാരെ ലൂട്ട് എടുക്കാൻ വേണ്ടി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേസ്. ഓക്കെ, അപ്പോൾ അതേ പൊക്കത്ത് നല്ല ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് സ്കോപ്പ് ഒന്നും കിട്ടത്തില്ല. അത് കാരണം നമ്മൾ നേരെ താഴോട്ട് തിരിച്ചിറങ്ങിയിട്ടുണ്ട് ആർച്ച്. അപ്പോൾ നമ്മൾ താഴോട്ട് നോക്കിയപ്പോൾ താഴെ വേറൊരു എനിമി. ഇപ്പോൾ നമ്മൾ മറ്റേ സെൽഫ് ഇപ്പോൾ തീരും കേസ്. അതെ, പിന്നെ അത് താഴെ കണ്ട ഒരുത്തനെ അവനെ ഞാനിപ്പോൾ കളിയുടെ ഇടയ്ക്ക് കണ്ടില്ല. അപ്പം തന്നെ അതേ പെട്ടെന്ന് വേറെത്തന്നെ ആകാശത്ത് നിന്ന് പൊട്ടി വീണിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവനെയും കൊന്നു. അവനും ടുങ് സഹൂറായിരുന്നു. പിന്നെ പൊക്കത്ത് പിന്നെയും നല്ല ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ താഴത്തോട്ട് ചാടാൻ വേണ്ടി പോയപ്പോഴാണ് മറ്റേ താഴത്ത് കണ്ടവനില്ലേ, അവനെ ഞാൻ പിന്നെയും കണ്ടില്ല ഗൈസ്. ഞാൻ മറ്റേ താഴെ പോയ ടുങ് സഹൂറിനെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. ഓക്കെ, പിന്നെ നമ്മളിതേ അവിടെ വെച്ച് താഴോട്ട് ചാടാന്ന് വിചാരിച്ച് താഴോട്ട് വന്നപ്പോൾ ദേ അവനവിടെ. അങ്ങനെ നമ്മൾ ഒറിയൻ ഇട്ടിട്ട് G36 വെച്ച് കുത്തി പിടിച്ച് അവനെ കൊന്നിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഇവിടെ വെച്ച് 7 കില്ല് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ ഇവിടെ കുറച്ച് നേരം ഒളിച്ചിരിക്കാൻ വേണ്ടി പോവാണ്. അപ്പം തന്നെ ഇവിടെ വേറൊരുത്തൻ വന്നു, അവനെയും കൊന്നു. അപ്പോൾ കുറച്ച് നേരം ഇവിടെ നിൽക്കാന്ന് പറഞ്ഞു പോയപ്പോഴത്തേക്കും ഗൈസ് അവിടെ കണ്ടോ ഇവന്റ് കണ്ടോ. ഓക്കെ, അവിടെ എനിമി ഓടിപ്പോയിട്ടുണ്ട്. നമുക്ക് ഏതായാലും അത് മൈൻഡ് ആക്കണ്ട, നമുക്ക് ഇവിടെ നിന്ന് മെഡൊക്കെ അടിക്കാന്ന് പറഞ്ഞ് പോയി. അത് കഴിഞ്ഞ് നമ്മളിത് പുറകോട്ട് പോയിട്ടുണ്ട് ഗൈസ്. ആർച്ചുവേടെ പുറയിൽ വേറൊരു ട്രെയിൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും ഇവന്റ് നമ്മൾ നോക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഈ ഇവന്റ് കണ്ടിട്ടാണ് സത്യത്തിൽ ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടാണ് ഞാൻ ഗെയിം പിന്നെയും തിരിച്ചു വന്നത്. അത് കാരണം നമ്മൾ പോയില്ലേ പിന്നെ മോശമല്ലേ. പിന്നെ അവിടെ എനിമീസും എല്ലാം ക്യാമ്പ് നിൽപ്പുണ്ടോയെന്ന് അറിയാൻ വേണ്ടി ഞാൻ ചെറുതായിട്ടൊരു സ്കാനർ കൂടി ഇട്ടിട്ട് നേരെ അങ്ങോട്ട് കയറിപ്പോയി. അപ്പോൾ അവിടെ 2 എണ്ണം ഉണ്ടായിരുന്നു. കറക്റ്റ് ടൈമിൽ ട്രെയിൻ വന്നു, ഒരുത്തൻ താഴോട്ട് ചാടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അവൻ നമ്മളെ കണ്ടു. ഓക്കെ, അവനെ നമുക്ക് ഏതെങ്കിലും കൊല്ലണം. അങ്ങനെ നമുക്ക് ഇവിടെ മറ്റേ ഇത്ര സെക്കൻഡ്സ് ഉണ്ട് കയറാൻ വേണ്ടി. അങ്ങനെ കയറി പോയപ്പോഴത്തേക്കും അവൻ നേരെ താഴോട്ട് ചാടി ഗൈസ്. ഓക്കെ, താഴോട്ട് ചാടിയ സമയത്ത് ഞാൻ അടിക്കാൻ വന്നപ്പോഴത്തേക്കും നേരെ നമ്മുടെ ഇവന്റിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവന്റ് വെച്ച് നമ്മൾ നല്ല ലൂട്ടും കാര്യങ്ങളെല്ലാം എടുത്തിട്ട് നമ്മൾ മറ്റേ ഫൈറ്റ് എടുക്കാൻ പോയിരിക്കുകയാണ്. ഓക്കെ, അപ്പം നമുക്ക് ഏതായാലും ഫൈറ്റ് എടുക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയതാണ് കേസ്. എനിക്ക് കുറച്ച് പേടിയുണ്ടായിരുന്നു, കാരണം 1v1 ആണ്. പിന്നെ മറ്റേ ഇതിനകത്ത് കണ്ടായിരുന്നു പൊട്ടിക്കഴിഞ്ഞാൽ സീനൊന്നും ഇല്ലെന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ നമുക്ക് പൊട്ടിക്കഴിഞ്ഞാലും ലെവൽ 4 ഹെൽമെറ്റ് വെസ്റ്റ് എല്ലാം കിട്ടും. അതുമാത്രമല്ല ഗൈസ്, ജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് അൺലിമിറ്റഡ് ബ്ലൂ വാള് മറ്റേ കുറേ റിവാർഡ്സ് ഉണ്ട്, അതെല്ലാം കിട്ടും. ഓക്കെ, അങ്ങനെ ഞാൻ കുറച്ചേരം ഇവിടെ വട്ടം തിരിഞ്ഞ് നിന്നിട്ട് നേരെ അങ്ങോട്ട് ഏതായാലും അവന്മാരെ അടിക്കാൻ പോയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഞാൻ ഇവിടെ ഒരു ഗ്ലൂ ആയിട്ട് എങ്ങനെ അടി വരുമെന്ന്, കാരണം ഞാൻ ഈ ഗെയിം ആദ്യമായിട്ട് ഈ ഒരു ഫ്രീ ഫയർ അപ്ഡേറ്റ് കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ കളിക്കുന്നത് തന്നെ. നോക്കുമ്പോൾ അവിടെ അങ്ങ് ആരെയും കാണുന്നില്ല ഗൈസ്. പിന്നെ ഒരുത്തൻ അവിടെ വന്നിപ്പോണ്ട്. അവനങ്ങനെ കുത്തി പിടിച്ച് കൊന്നിട്ട് ഈ ഒരു 1v1 ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്താണെന്ന് അറിയത്തില്ല ഗൈസ്, ഇതിൻ്റെ കില്ല് കൂട്ടത്തില്ലെന്ന് തോന്നുന്നു എനിക്ക്. അങ്ങനെ നമ്മൾ നേരെ ഇവന്റിൽ നിന്ന് നേരെ താഴോട്ട് ചാടിയിട്ടുണ്ട്. ഇവന്റിൽ നിന്ന് താഴോട്ട് നേരെ ചാടി എങ്ങോട്ടാണ് ചെല്ലുന്നത്? എയർ ഡ്രോപ്പ് അല്ലേ ഇത്? ഓക്കെ, ഈ സ്ഥലത്തിൻ്റെ പേര് എനിക്കറിയത്തില്ല. ഏതോ സ്ഥലത്തോട് എത്തിയിട്ടുണ്ട് ഞാൻ. ഓക്കെ, തൽക്കാലം നമുക്ക് അവിടെ നിൽക്കാം.
ഓക്കെ, അവിടെ നമ്മൾ ചാടിയപ്പോൾ തന്നെ നമുക്കിത് ഈ സാധനം കിട്ടി നമ്മൾ വേറെ എങ്ങോട്ടോ പോയിട്ടുണ്ട്. ഓക്കെ, അവിടെ തന്നെയാണ് അതിൻ്റെ ഒരു പാലത്തിൻ്റെ ഇപ്പറേ. അങ്ങനെ അൺലിമിറ്റഡ് ഗ്ലൂ വാൾ എന്നാന്ന് അറിയാൻ വേണ്ടി ഞാൻ ഇവിടെ വന്നിട്ട് എൻ്റെ കയ്യിലെ ഗ്ലൂ വാളല്ല ഞാൻ ഇട്ട് കളഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ച് അങ്ങനെ അൺലിമിറ്റഡ് ആയിരിക്കുമെന്ന്. പക്ഷെ അല്ല ഗൈസ്, ഇപ്പുറത്തെ സൈഡിൽ വന്നിട്ട് മറ്റേ കുറച്ച് നേരത്തേക്ക് അൺലിമിറ്റഡ് ആണെന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത് ഗൈസ്. അപ്പോഴാണ് അങ്ങനെ എൻ്റെ കയ്യിലെ ഇത് മൊത്തം പോയിട്ടുണ്ടായിരുന്നു ഗൈസ്. ഗ്ലൂ വാൾ മൊത്തം പോയി എൻ്റെ കയ്യിലെ. ഓക്കെ, വെറുതെ ഗൈസ്, വെറുതെ ഒരാവശ്യമില്ലായിരുന്നു എനിക്ക്. ഞാൻ അതെന്നാന്ന് കാരണം ഗൈസ്, ഞാൻ കുറേ കണ്ടിട്ടാണ് ഞാൻ വന്ന്. പക്ഷെ കുറേ നാൾ കഴിഞ്ഞിട്ട് ഈ ഇത് കണ്ടിട്ടാണ് ഞാൻ വന്ന്. അത് കാരണം കുറച്ചൊരു ഇത് അങ്ങനെ ഇവിടുന്ന് കുറച്ച് ലൂട്ടാന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് നമ്മളെ ലൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് ഇപ്പം. ഓക്കെ, ലൂട്ടി ഒരു ഗ്ലൂ വാൾ കിട്ടി, പിന്നെ 2 ഗ്ലൂ വാളായി. അങ്ങനെ ഗ്ലൂ വാളൊക്കെ തിരിച്ച് കിട്ടുന്നുണ്ട്. പിന്നെ അൺലിമിറ്റഡ് ഗ്ലൂ വാൾ എങ്ങനെ വർക്കാകുന്നതെന്ന് എനിക്കൊരു ഡൗട്ടുണ്ട് ഗൈസ്. പിന്നെ നമ്മളേതായാലും നോക്കിയില്ല, ഈ വെൻഡിങ് മെഷീൻ ഈ സ്കേറ്റിംഗ് ബോർഡിൽ കയറി നമ്മൾ എങ്ങോട്ടോ പോകുന്നുണ്ട്. ഓക്കെ, അത് നോക്കുമ്പോൾ അവിടെ ഒരു എനിമി മറ്റേ മോൺസ്റ്ററൊക്കെ വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് പോയിട്ടുണ്ട്. ഓക്കെ, കുടുങ്ങിപ്പോയതാന്ന് തോന്നുന്നു. ഇതിനകത്ത് കയറാൻ പറ്റുമോ എനിക്കറിയത്തില്ല. ഓക്കെ, ജസ്റ്റ് ഞാൻ നോക്കാനും പോയില്ല. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്, അതിനകത്ത് കയറാൻ പറ്റില്ലയോ എന്ന്. ഓക്കെ, അപ്പോൾ നമ്മളത് അത് കഴിഞ്ഞത് ഈ ആർച്ചിവേയുടെ താഴത്തെ ഒരു വീട്ടിലോട്ട് വന്നിട്ടുണ്ട്. അവിടെ വെച്ച് ഗൈസ് ഫൈനൽ 10 ആയിട്ടുണ്ട്, ടോപ്പ് 10 ആയിട്ടുണ്ട്. അപ്പം ഏതായാലും നമുക്ക് ആർച്ചിവേയിലോട്ട് കയറി പോകാമെന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ ആർച്ചിവേയിലോട്ട് പോകണം ഗൈസ്. ഇന്നത്തെ കളിയുടെ മെയിൻ സാധനം ആർച്ചിവേയാണ്. ആർച്ചിവേ ആയിരുന്നു നമ്മുടെ ഭാഗ്യം. അങ്ങനെ ആർച്ചിവേ ചെന്നപ്പോൾ തന്നെ നമുക്ക് ഇത് കിട്ടി, ഗോൾഡ് FF ഗോൾഡ് കിട്ടി, ടോക്കൺ കിട്ടി. എന്നിട്ട് നമ്മളിത് ഇവിടുന്ന് കുറച്ച് എമോ എടുത്ത് അത് കഴിഞ്ഞ് വെൻഡിങ് മെഷീനിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ മേടിക്കാനായിരുന്നു. അങ്ങനെ വെൻഡിങ് മെഷീനിൽ നിന്ന് ബാഗും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. അങ്ങനെ ബാഗും മേടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഗൈസ് നമ്മൾ പിന്നെയും എന്തൊക്കെയോ സാധനങ്ങൾ മേടിക്കാൻ പിന്നെ തിരിച്ചു. അതെന്നാന്നൊന്നും ഞാൻ ഓർക്കുന്നില്ല ഗൈസ്. എന്തൊക്കെയോ സാധനങ്ങൾ ഞാൻ മേടിച്ചു. ഓക്കെ, ഏതായാലും പൈസ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് എമോ ഒക്കെ ആയിരുന്നു തോന്നുന്നു, എന്തൊക്കെയോ മേടിച്ച് ഞാൻ. അതിന് നമ്മൾ ഇതിനകത്ത് കയറിയിട്ട് അതിനകത്ത് കയറി. ഇത് തന്നെ, ഇതിനകത്ത് കയറിയിട്ട് നമ്മൾ അങ്ങോട്ട് പോയി. എന്തൊക്കെയല്ലേ ഈ പറയുന്നത്. അപ്പോൾ ഗൈസ് ഞാൻ അവിടെ ആരും എയർ ഡ്രോപ്പ് ലൂട്ടുന്ന കണ്ടിട്ട് ഞാൻ അങ്ങോട്ട് പോയി. ഓക്കെ, അവിടെ എത്തിയപ്പോഴാണ് ഗൈസ് മനസ്സിലായത് അവൻ പകുതിക്ക് വെച്ച് ലൂട്ടിയിട്ട് പോയതാന്ന്. അവിടെ ആരും ഇല്ലായിരുന്നു. ഓക്കെ, അപ്പോൾ ഏതായാലും അതറിയാതെ ഞാൻ അങ്ങ് പൊക്കോണ്ടിരിക്കുകയാണ് അങ്ങോട്ട്. ഓക്കെ, അവിടെ ആരും ഇല്ലെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അവിടെ ആരും ഇല്ലെന്ന്. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെയും തിരിച്ച് ആർച്ചിയിലോട്ട് പോയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ഇപ്പോൾ 6 ലൈവ് ആയിട്ടുണ്ട്, എന്നെ കൂട്ടാതെ 5 ലൈവ്. ഓക്കെ, 5 എനിമീസ് ആയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളിത് ഇവിടെ കുറച്ച് നേരം നിൽക്കുവാണ് ഗേസ്. കാരണം എനിമി എല്ലാം കയറി വരുവാണെങ്കിൽ അടിക്കാലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ SKS M8 ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, റീലോഡൊക്കെ ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. ഓക്കെ, താഴത്തുനിന്ന് വല്ല എനിമി വരുമെന്ന് നമുക്ക് സ്കോപ്പ് ചെയ്ത് നോക്കാം. ഓക്കെ, അവിടെ വല്ല എനിമി വരുവാണെങ്കിൽ നമ്മളെ കാണുമില്ലെന്ന് എനിക്കറിയത്തില്ല. കാരണം ഈ മാപ്പ് തന്നെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എനിക്ക് ആകെ അറിയുന്ന സ്ഥലം എന്ന് പറയുന്നത് ആർച്ചിവേയാണ്. ഇപ്പോഴും ആർച്ചിവേ തന്നെ അറിയത്തുള്ളൂ. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മളിത് ആർച്ചിയുടെ അകത്തോട്ട് കയറിയിട്ടുണ്ട്. ഓക്കെ, ആർച്ചിയുടെ അകത്തോട്ട് കയറിയിട്ട് നമ്മൾ പുറകിൽ പോയി നോക്കുമ്പം അവിടെ ആരെങ്കിലും കാണുമെന്നാണ് ഞാൻ നോക്കുന്നത്. നമുക്ക് സോണിൻ്റെ കൂട്ടത്തിൽ വരാമെന്ന് പറഞ്ഞ് ഞാൻ അങ്ങോട്ട് പോയതാണ്. ഓക്കെ, സോണിൻ്റെ കൂട്ടത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ടഫാണേലും നമുക്ക് ജയിക്കാം. നമുക്ക് സോണിൻ്റെ കൂട്ടത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മളാരും പുറകെ നിന്ന് അടിക്കുകയല്ലോ. ഇതിപ്പോൾ സോണിൻ്റെ നടുക്കാണ്, നമ്മൾക്ക് ചുറ്റിനും അടി വരും. അത് കാരണം ഓക്കെ, നമുക്ക് ഏതായാലും ആർച്ചിയുടെ അകത്ത് കയറിയിട്ടുണ്ട്. സോൺ പുറകെ തന്നെ ഉണ്ട്. നമുക്ക് സോണിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ അങ്ങ് പോകാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവിടെ 5 ലൈവ് ആയിട്ടുണ്ട്. ഓക്കെ, ഫൈനൽ 5 ടോപ്പ് 5 ആയിട്ടുണ്ട്. ഇപ്പോൾ ടോപ്പ് 5 ഞാനായി. ഇത് അപ്പം തന്നെ ഇവിടെ വേറത്തെ വന്നു. ഓക്കെ, അവൻ എനിക്ക് നല്ല ഡാമേജ് വന്നു, കുത്തിപ്പിടിച്ചവൻ നല്ല ഡാമേജ് വന്നു എനിക്ക്. ഞാനപ്പം തന്നെ ഓറിയനിട്ടിട്ട് അവനെ കുത്തിപ്പിടിച്ച് വന്നു. ഞാനും കുത്തിപ്പിടി, അവനും കുത്തിപ്പിടി, എല്ലാവരും കുത്തിപ്പിടി. എന്നാലും എനിക്ക് നല്ല ഡാമേജ് വന്നു. നല്ല ഡാമേജ് എന്ന് പറഞ്ഞതേ നല്ല ഡാമേജ് വന്നു. കുറച്ചുകൂടെ അവൻ അടിച്ചിരുന്നെങ്കിൽ അവൻ്റെ MP5 എങ്ങാണ്ടാന്ന് തോന്നുന്നു. കുറച്ചുകൂടെ നന്നായിട്ട് അടിച്ചിരുന്നെങ്കിൽ അവൻ എന്നെ കൊല്ലായിരുന്നു. അങ്ങനെ അവൻ്റെ ലൂട്ടും എടുത്തിട്ട് നമ്മൾ നമ്മുടെ ലാസ്റ്റ് സോണിലോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇനി ആർച്ചി ഒന്ന് പോകാമെന്ന് പറഞ്ഞാൽ നമ്മൾ വേറെ ലാസ്റ്റ് സോൺ പിടിക്കാൻ വേണ്ടി പോകണം. അപ്പോൾ നമ്മുടെ
പുറയുന്ന ആരെങ്കിലും അടിക്കുമെന്നാണ് എനിക്ക് എപ്പോഴും ഡൗട്ട് കേസ്. കാരണം പുറയുന്ന അടിച്ചു കഴിഞ്ഞാൽ തീർന്നു കേസ്. കാരണം അവന്മാരൊക്കെ സ്കോപ്പ് ചെയ്ത് അടിച്ചാലോ മുമ്പിൽ നിന്ന് ഫൈറ്റ് എടുക്കുമ്പോൾ ചിലപ്പോൾ കുമ്മനടിക്കാൻ വേണ്ടി അങ്ങനെ അടിക്കും. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ താഴത്തെ ഒരു വീട്ടിൽ വന്നിട്ടുണ്ട്. വീട്ടിൽ നമ്മൾ ഇരിക്കുവാണ് കേസ്. ഇവിടെ വെച്ച് എനിക്ക് ചെറിയൊരു പേടി കേസ്. ബൂയ കയ്യിൽ നിന്ന് പോവോ എന്നൊരു പേടി ഇല്ല കേസ്. പക്ഷെ അതും പേടി മാറ്റിയിട്ട് നമ്മൾ നേരെ പോയിട്ടുണ്ട്. ഓക്കെ, ഇപ്പം 4 അല്ലേ, അതായത് 3 പേര്, ഞാൻ കൂടാതെ 3 പേര്. സോളോ മാച്ച് ആയത് കാരണം പിന്നെയും കുഴപ്പമില്ല കേസ്. അവന്മാർ പൊക്കി വിടത്തൊന്നുമില്ല ആരെയും അങ്ങനെ. ഓക്കെ, അത് ഇനി നമ്മളിത് താഴോട്ട് പോയിട്ടുണ്ട്. താഴെ എൻ്റെ അവിടെ 2 അടി നടപ്പുണ്ടായിരുന്നു കേസ്. അപ്പം ഈ മരത്തിൻ്റെ ബാക്കിൽ പോയി നിൽക്കാന്ന് പറഞ്ഞാണ് ഞാൻ പോയത്. ഓക്കെ, ഇവിടെ വെച്ചാണ് അടി ഞാൻ കാണുന്നത്. അപ്പം നമുക്ക് ഏതായാലും ആ പാറയുടെ അങ്ങോട്ട് പോകാന്ന് പറഞ്ഞിട്ട് ഞാൻ പാറയുടെ അങ്ങോട്ട് നൈസിൽ പൊക്കോണ്ടിരിക്കുകയാണ്. അവന്മാർ കാണാതെ അവന്മാർ ആ പൊക്കത്തിൽ നിന്ന് ഫൈറ്റ് പിടിക്കുവാണ്. അങ്ങനെ അവന്മാർ ഫൈറ്റിൽ ഒരുത്തൻ ജയിച്ചിട്ടുണ്ട്. പിന്നെ അവൻ വേറെ തന്നെയും കൊന്നിട്ടുണ്ട് കേസ്. അങ്ങനെ ഇനി 1v1 സിറ്റുവേഷൻ ആണ്, ഞാനല്ലെങ്കിൽ ആ എനിമി. ഓക്കെ, അപ്പോൾ അവന്മാരെ മറ്റവനാണ് കേസ്. അവന് ചാൻസ് കൂടുതലവനാണ്, കാരണം അവൻ്റെ അങ്ങോട്ടാണ് സോൺ. ഓക്കെ, അവൻ എന്നെ അടിക്കാവുന്നേ ഉള്ളൂ ഗൈസ്. പക്ഷെ അവൻ എവിടെയാണെന്ന് എനിക്കറിയത്തില്ല. അവൻ എന്നെ അറിയത്തില്ല, എനിക്ക് അവനെ അറിയത്തില്ല. ഓക്കെ, അപ്പം ഏതായാലും സോൺ വരുന്നവരെ ഞാൻ ഇവിടെ നിന്നു. എൻ്റെ ലാസ്റ്റ് സോൺ വരാറായപ്പം ഞാൻ അങ്ങോട്ട് പോയി. ആ മരത്തിൻ്റെ പുറകെ നിൽക്കാന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവൻ അവിടെ നിൽപ്പുണ്ട്. അവന് നല്ല ഡാമേജ് കൊടുത്തു കേസ്. അവന് ഞാൻ നല്ല ഡാമേജ് കൊടുത്തു. പക്ഷെ അവൻ ഒറുവൻ ഇട്ടിട്ട് പോയി. അപ്പം ഞാൻ മറ്റേ ഫ്ലാഷ് ബാങ്ങും ഗ്രനേഡും ഒക്കെ വലിച്ചങ്ങ് എറിഞ്ഞു. എന്തിനാണെന്നറിയത്തില്ല, ഞാൻ വലിച്ചങ്ങ് എറിഞ്ഞു കേസ്. അപ്പോഴത്തേ മറ്റവൻ അങ്ങോട്ട് പോയി. അവൻ അവിടുന്ന് 92 ഡാമേജ് കൊടുത്തു. അത് ഞാൻ മറ്റേ ഹീലിംഗ് ഡ്രോൺ ഇട്ടു. ഹീലിംഗ് ഡ്രോൺ ഇട്ടെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അടി കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ഇത് പ്ലസ് വരാൻ വേണ്ടി. അങ്ങനെ അവന് നല്ല ഡാമേജ് കൊടുത്തു. അവൻ എനിക്ക് തന്നപ്പോഴത്തേക്ക് എനിക്ക് അപ്പോഴേ പ്ലസ് ആയി പോയി. അവിടെ നമുക്ക് മറ്റേ ഇതിന് പ്ലസ് പോയിന്റ് കിട്ടി. അങ്ങനെ അവൻ അവിടെ പോയി ഒളിച്ചിരിക്കുകയാണ് ഗൈസ്. ഇപ്പോൾ ആ ഗ്രനേഡോ സാധനങ്ങളോ എല്ലാം എൻ്റെ ഉണ്ടായിരുന്നേ അവൻ തീർന്നേനെ. പക്ഷെ എന്നാന്നറിയത്തില്ല ഗൈസ്, അത് ഞാൻ അപ്പോഴേ എറിഞ്ഞു പോയി. എന്നാന്നറിയത്തില്ല. ഏതെല്ലാം ആ ഡ്രോൺ ഇട്ട് നന്നായി നമുക്ക് ഡാമേജ് പെട്ടെന്ന് തന്നെ ഇത് ഹീലായിട്ടുണ്ട്. അപ്പോൾ അവൻ മണ്ടനാണ് ഗൈസ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കാണിച്ചു തരാം. അവൻ അവിടെ തന്നെ നിൽക്കുമായിരുന്നു. ഞാൻ സോണിൽ നിന്ന് കയറി ഞാൻ രക്ഷപ്പെട്ടേനെ. അവൻ അവിടെ തന്നെ നിൽക്കുമായിരുന്നു, ഞാൻ പെട്ടേനെ. പക്ഷെ അവൻ മണ്ടൻ എന്നെ കണ്ടിട്ടില്ല. അവൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുകയാണ്. അവൻ്റെ എന്നിട്ട് ആ പുറയിൽ കൂടെ വരും ഗൈസ്. ഇതേ കണ്ടോ, ആ പുറയിൽ കൂടെ വന്ന്. അത് കാരണം ഞാൻ അവനിട്ട് ഡാമേജ് കൊടുക്കാൻ നോക്കി, പക്ഷെ പറ്റിയില്ല. എന്നിട്ട് നേരെ ഇങ്ങോട്ട് വന്നു. അപ്പോൾ അവൻ അവിടെ ആയിരുന്നു എന്നെ സിമ്പിളായിട്ട് കൊള്ളായിരുന്നു. അവനായിരുന്നു പ്ലസ് പോയിന്റ്. അങ്ങനെ ഇവിടെ വന്ന് നിന്ന് എന്നിട്ട് കാറിൻ്റെ പുറയിൽ പോയി നിന്ന്. എന്നിട്ട് അവനെ കാണുന്നില്ല ഗൈസ്. ഓക്കെ, അവനവിടെ പുറകെ നിൽക്കുവാണ്. ഇപ്പം എനിക്കായി പ്ലസ് പോയിന്റ്. ഓക്കെ, അവനെ കാണുന്നില്ല ഗൈസ്. അവളെ ഒളിച്ചിരിക്കുവാണ്. അങ്ങനെ സോം വന്നപ്പോൾ അവൻ ആ മോൺസ്റ്റർ ട്രക്കിൻ്റെ പുറകെ ഗ്ലൂ ആയിട്ടിരുന്ന്. എന്നിട്ട് അവന് ഞാൻ ഡാമേജ് കൊടുത്തു. എന്നിട്ട് ഞാൻ മറ്റേ ഇത് ഗ്ലൂ ആയിട്ടിട്ട് ഇതിൻ്റെ അവിടെ പോയി. എന്നിട്ട് നേരെ നമ്മുടെ M80 മാറ്റിയിട്ട് അങ്ങ് MB40 ആക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് മറ്റേ ഗ്ലൂ ആയിട്ട് നമ്മൾ കയറിപ്പോയി. ഓക്കെ, അൺലിമിറ്റഡ് ഗ്ലൂ ആയിരുന്നു. കയറിപ്പോയി കുത്തിപ്പിടിച്ച് അവനങ്ങ് ഫിനിഷ് ചെയ്ത്. ഇപ്പോൾ പുതിയ ഇവനൊക്കെ അടിപൊളിയാണ് ഗൈസ്. പക്ഷെ ആ പ്ലെയിൻ മാറി ട്രെയിൻ ആയത് മാത്രം കുറച്ച് മോശമായി പോയി. ഇതിലൊക്കെ ബൈ.